സാറേ സാറേ ഞാനവിടെ നമ്മുടെ സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. എൻ്റെ അടുത്ത് ഇപ്പോൾ ഉണ്ട്. ശരി സാർ. ഓക്കെ സാർ. ഓക്കെ സാർ. ഡ്യൂട്ടിക്ക് നിൽക്കുന്ന പോലീസുകാരെ പേടിപ്പിക്കുമല്ലടാ. ഡ്യൂട്ടിക്ക് പോലീസുകാരെ നീ അപശബ്ദം ഉണ്ടാക്കി പേടിപ്പിച്ചില്ലടാ. അയ്യോ അയ്യോ സാറേ, അപശബ്ദം അല്ലെന്ന്. പിന്നെ ഞാൻ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോ കോട്ടമുണ്ടായിരുന്നു, അത് കീറി ഒച്ചയാ കേട്ടത്. സാറേ 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 പ്ലീസ് സാറേ, ഇടിക്കില്ല സാറേ, ഇടിക്കില്ല സാറേ. നിനക്ക് ഇടിയല്ല, നിനക്ക് ചൂരൽ കഷായം ഞാൻ തരാം. ചൂരൽ കഷായം. കാഞ്ചന, ഞാൻ ഇവിടെയല്ലേ പെണ്ണ് കാണാൻ പോയത്. അയ്യോ, അവൾ ഈ പോലീസ് സ്റ്റേഷനിൽ പോലീസുകാരിയായോ? എന്നെ കാണണ്ട. ഞാൻ ആരാ പോലീസ് സ്റ്റേഷനിൽ വന്ന് ഇങ്ങനെ തിരിഞ്ഞു നിൽക്കുന്നു? സംഗീതല്ലേ കാഞ്ചന? സംഗീതം എന്താ ഇവിടെ? അത് ഞാനിപ്പോ അത് പിന്നെ നമ്മുടെ എസ് ഐ ഇല്ലേ, എസ് ഐ ഞാനും ഒന്നിച്ചു പഠിച്ചാണല്ലോ അവിടെ. എസ് ഐയുടെ കൂട്ടുകാരനാണോ? അതെ. ഒന്നിച്ചു പഠിച്ചതാണോ? അല്ല, സംഗീതന്റെ ഇവിടെ പത്തനംതിട്ടയല്ലേ? അതെ. എസ് ഐ പഠിച്ചത് ഇടുക്കിയിലാണല്ലോ. ആണോ? എന്റെ അമ്മ വീട് ഇടുക്കിയിലായിരുന്നല്ലോ. ആണോ? അല്ല, സാർ എന്തോ കോൺവെന്റിൽ നിന്ന് പഠിച്ചെന്നൊക്കെയാ പറഞ്ഞത്. എന്റെ അച്ഛൻ കോൺവെന്റിലുണ്ടായിരുന്നു. അച്ഛൻ കോൺവെന്റിൽ? അച്ഛൻ നമ്മുടെ പിയൂണായിരുന്നല്ലോ കോൺവെന്റില്. ആണോ? അപ്പൊ ഞാനും അവിടെ ചെന്ന് ചേർന്നായിരുന്നു. അങ്ങനെയുള്ള പരിചയമുണ്ട്. അയ്യോ, സാറാണ് എപ്പോഴും പറയാ ഒരു കടുക്കനെ. ആ കൂട്ടുകാരനല്ലേ കടുക്കൻ കൊടുത്തത്? സാറ് കഥയൊക്കെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാഞ്ചനയുടെ കല്യാണം കഴിഞ്ഞോ? അയ്യോ, ഒന്നും പറയണ്ട. എന്റെ സംഗീതം അന്ന് എന്നെ പെണ്ണ് കാണാൻ വന്നില്ലായിരുന്നോ? പെണ്ണ് കാണാൻ വന്ന് സംഗീതം അങ്ങോട്ട് ഇറങ്ങിയതിന്റെ പുറേന്ന് തന്നെ എനിക്ക് ഈ വനിതാ കോൺസ്റ്റബിൾ ആയിട്ട് അപ്പോയിന്റ്മെന്റ് ഓർഡർ ഇങ്ങ് വന്ന്. ആണോ? അയ്യോ, അപ്പൊ ഞാനൊരു ഭാഗ്യമായിരുന്നു. ഭയങ്കര ഭാഗ്യം, എന്റെ രാശിയായിരുന്നു സംഗീത്. ഞാനും കിട്ടിയില്ല. കിട്ടിയില്ലേ? ലാസ്റ്റ് കാണാൻ വന്ന കാഞ്ചനയാ. കണ്ടിട്ട് ഇറങ്ങോ ഏതാണ്ടൊക്കെ വെച്ച് എറിഞ്ഞായിരുന്നല്ലോ അമ്മ. അതെന്താന്നറിയോ, ആ ബ്രോക്കറുടെ ബിഹേവ് അമ്മക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ പറഞ്ഞ ഇത്ര സാധനമായിട്ട് അങ്ങേരോട് പോരണ്ടെന്ന് പറഞ്ഞതാ. അല്ല, ബിഹേവ്, പെരുമാറ്റം. അതെന്ന് ഞാൻ പുള്ളിയുടെ പെരുമാറ്റം നേരത്തെ ശരിയല്ലായിരുന്നു, അതാ പറ്റിപ്പോയത്. ശരി ശരി. എന്നാലും സംഗീതം കെട്ടിയിട്ടില്ല, ഞാനും കെട്ടിയിട്ടില്ല. ഇനി ഏതായാലും രണ്ടുപേരും കെട്ടാത്ത സ്ഥിതിക്ക് ഇതാരാന്നറിയാമോ സാറിന്? എന്റെ പെണ്ണ് കാണാൻ വന്ന ചെറുക്കനെ ഇപ്പൊ ഞങ്ങളൊരു കോംപ്രമൈസ് ആയി കല്യാണം കഴിക്കണോന്നൊക്കെ വിചാരിച്ചിരിക്കുവാ. പെണ്ണ് കെട്ടാൻ വന്നാണോ? അയ്യോ, തല്ലില്ല. കാര്യം പറ സാറേ, എന്തിനാ സാറ് സംഗീതനെ തല്ലുന്നേ? കാഞ്ചന മാഡത്തിന് അറിയാമോ, ഞാൻ മദർ കേസ് അന്വേഷിക്കാൻ പോയ സമയത്ത് ആ ജംഗ്ഷനിൽ പോയി വെറുതെ ചായം കുടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്തായിരുന്നു. അതിവിടെ പറയല്ലേ, അറിഞ്ഞ പോരാടാ നീ. സാറ് പറയില്ല, സാറ് ഞാനാ പറയുന്നത്, പറയില്ലേ സാറേ. ഇതുണ്ടോ, ഞാൻ വെച്ചാൽ തരാം. ഒരു ചായ കുടിക്കട്ടെ എന്ന് കരുതി ഇന്നപ്പോഴാ ഇവൻ. ഒന്നുമില്ല കാഞ്ചനെ. അല്ല, സംഗീത പറ, എന്താ കാര്യം? അതെന്നെ സംഭവം എന്ന് പറയാം. സാർ അങ്ങോട്ടും തിരിഞ്ഞ് നിൽക്കുവായിരുന്നു, ഞാൻ അങ്ങോട്ടും അങ്ങനെ നിൽക്കുവായിരുന്നു. അപ്പൊ സാറിനൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി ഞാൻ പുറകിൽ ചെന്നിട്ട് ഇങ്ങനെ അങ്ങനെ കളിച്ച ശബ്ദം കേൾക്കൂടാ. അറിയാമോ, എസ് ഐ സാറിന്റെ കൂട്ടുകാരന് ചുമ്മാ എസ് ഐ സാർ വരുന്നുണ്ട്, ആവശ്യമില്ലാത്ത പരിപാടി കാണിക്കരുത് കേട്ടോ. എസ് ഐ സാറോ? മതിയുടെ ഇതൊക്കെ തന്നെയല്ലേ എല്ലാ ദിവസവും കാണിക്കുന്നത്. ഇത് വരുമ്പോ ഇങ്ങനെ ഉണ്ടാക്കേണ്ട കാര്യമില്ല കേട്ടോ. മതി. സാറേ, ഞാനൊരു കാര്യം പറയട്ടെ. എന്നാ? സാറിന് ഞാനൊരു സർപ്രൈസ് തരാൻ പോവാ. ഇവിടെയാണോ? ഇവിടെയാണോ? കുഴപ്പമില്ല. സർപ്രൈസ്
ഓ സാറേ അതൊന്നല്ല. ഇതേ സാറിന്റെ അന്ന് കടുക്കനൊക്കെ തന്നെന്ന് പറയില്ലേ PSC എക്സാമിന് പോവാൻ നേരം ഞാൻ എക്സാമിന് പോകാൻ പൈസ ഇല്ലാതെ എന്റെ കിടക്കുന്ന ഒരു കൂട്ടുകാരന്റെ കൂട്ടുകാരനെ ആ കൂട്ടുകാരനെ ഇവിടെ വന്നിട്ടുണ്ട്. എവിടെ? സാറിനെ കാണാൻ വേണ്ടിട്ട് വന്നിട്ടുണ്ട്. ഞാൻ അവനെ തേടി നടക്കുവായിരുന്നു, കണ്ടില്ല. ഞാൻ കാണിച്ചു തരട്ടെ. അല്ല, മാമന്റെ കൂടെ എന്റെ ഒരു കൂട്ടുകാരൻ വന്നെന്ന് പറഞ്ഞത് ഇതാണോ? എന്റെ കൂടെ പഠിച്ചാണോ? അയ്യോ, എനിക്ക് അങ്ങ് പിടുത്തം കിട്ടണില്ല. ഞാൻ ഉദ്ദേശിച്ച ആളാ ആണോ? ഇങ്ങനെ മനോഹരനാണോ ഇത്? ഈ മനോഹരന് ഷുഗർ വന്നാലും ഇത്രയൊക്കെ ക്ഷീണിക്കൂലല്ലോ ഇത്. പരിചയപ്പെട്ട ഒരു ഫ്രണ്ട് അല്ലേ സാറേ? ഇത് ആരാന്നറിയോ? എനിക്ക് മനസ്സിലായില്ല. രാവിലെ ഞാൻ ഫോൺ വിളിച്ച് പറഞ്ഞില്ലേ എന്നെ ശബ്ദം ഉണ്ടാക്കി പേടിപ്പിച്ചാളെന്ന്. ഓഹോ, ഇവനാണല്ലേ? എസ് ഐ വന്ന് കഴിഞ്ഞ പിന്നെ എസ് ഐ അറിഞ്ഞൂടെ? ഞാൻ ചെയ്തു. താൻ എന്നോട് എവിടെ പഠിച്ചെന്നാ പറഞ്ഞ? കോൺവെന്റില്. താനല്ല കോൺവെന്റിൽ പഠിച്ചത്. താനിങ്ങ് വന്നേ. താൻ അപശബ്ദം ഉണ്ടാക്കി പേടിപ്പിച്ച ഒരാളല്ലേ? താൻ എന്താ ചെയ്തെന്നറിയാമോ? എന്തോ? ഒരു പോലീസുകാരൻ കേസന്വേഷണത്തിന്റെ ഭാഗമായി ജംഗ്ഷനിൽ നിൽക്കുമ്പോൾ ശബ്ദമുണ്ടാക്കി പേടിപ്പിക്കുക. എടോ വന്നേ, തന്നെ എങ്ങനത്തെ ശബ്ദമുണ്ടാക്കിയാണ് പേടിപ്പിച്ചത്? എന്തെങ്കിലും ഈ സാക്സഫോൺ വായിക്കുന്ന പോലത്തെ ശബ്ദമാണോ തന്നെ? സാറേ ഏകദേശം അതൊക്കെ തന്നെ, ഏകദേശം. സാക്സഫോൺ വായിക്കുമോ താൻ? അയ്യോ, എനിക്കറിയത്തില്ല സാക്സഫോൺ വായിക്കാം. അങ്ങനെയല്ലേ? അങ്ങനെയാണ്. താൻ അത് വായിച്ചിട്ടാണോ ഇയാൾ പേടിപ്പിച്ചെന്ന്? അറിയത്തില്ല സാറ്. താൻ ഈ ക്ലാർനെറ്റ് വായിക്കുന്ന പോലെ എന്തെങ്കിലും ശബ്ദമാണോ? സാർ ഇങ്ങനെ കുത്തി കുത്തി ചോദിക്കാതെ അത് ഏകദേശം അങ്ങനെയൊക്കെ തന്നെ സാർ. ചോദ്യം ചെയ്യണ്ടേ? ചോദിക്കണ്ടേ? സാറേ ഞാൻ 3 ദിവസം കിടന്ന് ഉറങ്ങിട്ട് അറിയാവോ? ഉറങ്ങും ഒപ്പം ഞെട്ടി. പേടിക്കണ്ട. എടോ, താനുള്ള കാര്യം തുറന്നു പറ. വല്ല വെടിക്കിട്ട് കരിമരുന്ന് പ്രയോഗം അങ്ങനെ എന്തെങ്കിലും ശബ്ദമാണോ താൻ? സാർ അതൊക്കെ എത്രയോ ഭേദം, അതിലും മേലിലാണ്. അതിലും മേലാണ് ഇവിടെ വരികയല്ലോ. ഒരു പോലീസുകാരൻ ഈ വെടിക്കെട്ടിനേക്കാൾ ഭയങ്കരമായ ശബ്ദത്തിൽ പേടിപ്പിച്ചു കഴിഞ്ഞാൽ ഇതിനുണ്ടാക്കിയ ശബ്ദം എന്താ? കാഞ്ചനോട് പറയില്ല. മനുഷ്യനാണോടാ നീ? എടാ, നീ ഒരു മനുഷ്യനാണോ? നീ ഒരു പോലീസുകാരൻ ഡ്യൂട്ടിക്കിടയിൽ അവിടെ ഇവനെ എങ്ങനെ ഞാൻ കൈകൊണ്ട് തൊടുഞ്ഞ? സാറേ എന്നോടൊന്ന് പറ സാറേ. ഒന്നുമില്ല. അതൊന്നും ഫീലാം അറിയണ്ട. ഹലോ ഹലോ ആരാടാ? ഹലോ. ആ എടേ, 2 കോടി അടങ്കൽ തുകയല്ലേ, അത് വീതിച്ചു കൊടുക്കാൻ പറ. അല്ല, എന്നെ വിളിക്കാൻ പറ. കണ്ടോ, ഏതോ വലിയ നേതാവാ. സാറേ സാറിന്റെ സ്ഥലം മാറ്റി ഉറപ്പാ, നോക്കിക്കോ. എന്നെ സ്ഥലം മാറ്റി ഞാൻ എഴുതിച്ചതുകൊണ്ട്. എടാ, ഇവരൊക്കെ എന്തിനാ മന്ത്രിയായത്? തിരുവനന്തപുരത്ത് പോണെങ്കിൽ ഇതുവഴി വരണം, തടയും. ഞാനും എന്റെ പിള്ളേരും തടയും. അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കിയരാ കേട്ടാ. സമാനപ്പെട് ജാത്തിയല്ലോ. അങ്ങനെ ഇരുത്താൻ നോക്കണ്ട. ഒരു സൽക്കാരവും വേണ്ട. നിങ്ങൾ എന്താ കാണിച്ചു വെച്ചിരിക്കണത്? നമ്മുടെ പാർട്ടിയുടെ സജീവ പ്രവർത്തനം നിങ്ങൾ എന്താ കാണിച്ചു വെച്ചിരിക്കുന്നത്? ഒരു പരാതി വന്നതിന്റെ ഭാഗമായിട്ട്. എന്താ പരാതി? അതുകൊണ്ടോ? അയ്യോ, ഇടിച്ച് ഇവിടെ ഇടിച്ചു. സ്ഥലം മാറ്റാം. എവിടെ ഇടിച്ചത്? ഇവിടെ ഇടിച്ച കട്ടപ്പറയ്ക്ക് മാറ്റാം. ഇവിടെ ഇടിച്ചു. ഇവിടെ ഇടിച്ച അപ്പൊ കോതമംഗത്തോട്ട് മാറ്റാം. ആ പീസ് ഇടിച്ചില്ലല്ലേ? ഞാൻ കെട്ടാൻ പോണ പെണ്ണ. ആണാ? നിങ്ങൾ എന്തൊക്കെയാണ് കാണിച്ചു വെച്ചിരിക്കുന്നത്? ഇതാരെന്നറിയാവോ? പാർട്ടിക്ക് വേണ്ടി കൊടി പിടിക്കുന്നവരാണ്. പാർട്ടിയുടെ കലാജാഥയ്ക്ക് വേണ്ടി 24 മണിക്കൂറും സാക്സോഫോൺ ഊതുന്നവരാണ്. എന്തോടെ തമിഴ് സിനിമയെ പോലീസ് സ്റ്റേഷൻ കത്തിക്കാൻ? അല്ല, കഴിഞ്ഞ ദിവസം ഗോപാലിന്റെ വീട് കത്തിച്ചില്ലേ, അതോർത്ത് പറഞ്ഞു പോയതാ. അതൊക്കെ പറയണം. നിങ്ങൾ എന്താ കാണിച്ചു വെച്ചിരിക്കുന്നത്? അല്ല സാറേ, ഈ കേസന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഒരു പോലീസുകാരൻ ജംഗ്ഷനിൽ ചെന്നപ്പോൾ ഈ സാക്സഫോണിന്റെ പോലെ തന്നെ ഒരു പ്രശ്നമാണ് എന്തോ. അതാണ്. നിങ്ങൾ കേസ് ഫയൽ ചെയ്തോ? ഒരു ചെറിയ പരാതി കിട്ടിയിട്ടുണ്ട്. കേസ് ഫയൽ ചെയ്തോ? പരാതി ഞങ്ങൾ എഴുതി റെഡിയാക്കി. പരാതി എഴുതിയോ? പരാതി കീറി കളഞ്ഞിരിക്കുന്നു. എന്നാ ശരിക്കും തനിക്ക് അറിയത്തില്ല. ഞാന് എന്റെ ചെറുക്കനെ കൊണ്ടങ്ങ് പോവാ കേട്ടാ. നീ എന്താ വിചാരിച്ചിരിക്കുന്നത്? ഒരു പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് പ്രതിയെ പോലീസുകാരെത്തിക്കുമ്പോ അവരുടെ കയ്യിൽ നിന്ന് പിടിച്ചിട്ട് പോകും. നീ ആരാ? നീ പിടിച്ചടാ. നീ അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. അതാണ് ഇവിടുത്തെ വിഷയം. ഇവിടെ ഒരു കേസന്വേഷണമായി ഒരു പോലീസുകാരനെ ശബ്ദമുണ്ടാക്കി പേടിപ്പിച്ചിട്ട് പ്രതിയെ ഇവിടെ കൊണ്ടുവന്നപ്പോ
എന്താ നിന്റെ കണ്ണിന്നും മൂക്കിന്നൊന്നും വെള്ളം വരില്ലടാ, നീ കരയൂല്ലടാ, നീ കരയൂല. അയ്യോ നിങ്ങൾ ആരെ കരച്ചതറിയാം? നിങ്ങൾ ആരെ കരച്ചതറിയാം? ഇവനെ പിടിച്ചകത്തിട്ടേക്കണം കേട്ടോ. ഞാൻ വേറെ കൂട്ടുവന്നാ. പറടാ, നീ കൊണ്ടുപോവോ? നീ ഇവനെ കൊണ്ട് പോവോ? അവനെ കൊണ്ട് നീ പോവോ? ഞാനാണെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങിയിരിക്കും. നീ ഇറങ്ങ്. കണ്ടോ, ഞാൻ വിളിച്ചോട്ട്. ആഭ്യന്തരമന്ത്രി വിളിക്കട്ടെ? ആഭ്യന്തരമന്ത്രി നിന്റെ കുഞ്ഞവരെ മാപ്പിളയും ഞാൻ വിളിക്കാം, എനിക്കറിയാം. അങ്ങനെയൊന്നും പേടിച്ചിട്ട് കാര്യമൊന്നുമില്ല. പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് പിന്നെ പ്രതിയെ കൊണ്ടുപോകാൻ പറ്റുമോ? സാറേ അടിച്ചെന്ന് പറഞ്ഞാൽ മതി കേട്ടോ. മാമ എവിടേക്കാണ് റേഷൻ കടയില്ല? 4 ഐഡന്റി കാർഡും കരം തീർത്ത രസീതായിട്ട് വരുമോ? കരം അടച്ചില്ലേ? വലിച്ച് ഒരു കാര്യം ചെയ്യും, ഒരു ഐഡന്റി കാർഡ് കൊണ്ടുപോവാ. അണി ഇവിടെ നിന്നോളും, എന്നെ ഇറക്കാൻ വേണ്ടിയാണ്. നീ ആരുടെ വിളിച്ചത്? മാമനെ വിളിച്ചത്. നീ എടോ, താൻ ഇറക്കി കൊണ്ടുപോകുന്ന ഈ വൃത്തികെട്ടവൻ കാണിച്ച പരിപാടി എന്നറിയാമോ? എടോ, ഒരു മർഡർ കേസ് അന്വേഷിക്കാൻ പോയ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ഇവൻ പേടിപ്പിച്ചു, അറിയാമോ? ഇപ്പൊ മനസ്സിലായില്ല? എടാ, ഇവനൊക്കെ കാരണം താനും നാറി, തന്റെ പാർട്ടിയും നാറി. സാറേ, ഞാനും നാറില്ല, എന്റെ പാർട്ടിയും നാറിയില്ല. ഈ ഒരു നിസ്സാര കാര്യത്തിന് ഇവനെ ഇവിടെ പിടിച്ച് കയറ്റി ഇടിച്ച് ഇഞ്ചപ്പരുവാക്കി ഇവനെ നാട്ടിച്ചവന്റെ വീട്ടുകാരെ നാട്ടിയത് നിങ്ങളാണ്. പൊതുജനങ്ങളുടെ മുമ്പിൽ യഥാർത്ഥത്തിൽ നാറിയത്. കറക്റ്റ്.